നമശിവായ. ഞാൻ പണ്ടേ ആഗ്രഹിച്ചതായിരുന്നു വരണം. അതുകൊണ്ട് വീഡിയോസ് പണ്ട് മുതലേ ഇങ്ങനെ കാണും. അപ്പോൾ കഴിഞ്ഞ വർഷമാണ് മോജിയുടെ വീഡിയോ എല്ലാം കണ്ടതും ഭയങ്കര ആഗ്രഹിച്ചതും. അപ്പം എൻ്റെ ഏട്ടൻ പോയിരുന്നു കൈലാസത്തിൽ. പക്ഷേ ഏട്ടന് യമദർ കടക്കാൻ പറ്റിയില്ല. കംപ്ലീറ്റ് മെമ്മറി ലോസ് വന്നു. അപ്പോൾ ഏട്ടൻ പറഞ്ഞു, നീ പോകും, നീ പോയി വരും. അപ്പോൾ ആ ഒരു ധൈര്യം ഉണ്ടായിരുന്നു, എന്തായാലും കടക്കണം, എനിക്കും കടക്കണം. പക്ഷേ കേദാറിൽ പോയിട്ട് തന്നെ എനിക്ക് ഭയങ്കര ആൾട്ടിറ്റ്യൂഡ് സിക്നെസ്സും ശ്വാസം കഴിക്കാൻ തീരെ പറ്റില്ലായിരുന്നു. കംപ്ലീറ്റ് ബ്ലൂ ആയിപ്പോയിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡും പറഞ്ഞു, നിൻ്റെ മനസ്സിൽ നീ ഒന്ന് വിചാരിച്ചാൽ നടത്തും, പോയി വരും എന്ന് പറഞ്ഞു. അങ്ങനെ ആ ധൈര്യം മോജിയുടെ മോട്ടിവേഷനും കൊണ്ട് പോയി. പക്ഷേ ഞാൻ പറയാ, എല്ലാവരും ആഗ്രഹിക്കണം, കാണേണ്ടതാണത്. കണ്ണുകൊണ്ട് കണ്ട് മനസ്സ് നിറയ്ക്കണം. ഞാൻ ആദ്യം തന്നെ കൈലാസം കണ്ടപ്പം ഞാൻ കണ്ടത് ശിവൻ ഇരുന്ന് അനുഗ്രഹിക്കുന്നതാണ്. തൃശൂലം ബാക്കിൽ നന്ദി തൊട്ടടുത്ത് വലത് കൈ കൊണ്ട് അനുഗ്രഹിക്കുന്നതാണ്. അതെൻ്റെ കണ്ണിൽ നിന്ന് ഇപ്പോഴും മറയുന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ മാനസരോവറിലെത്തിയപ്പം മാനസരോവറിലെ വെള്ളം എനിക്ക് ചൂടായിട്ടാണ് തോന്നിയത്. ഒരു തണുപ്പോ ഒന്നുമില്ല. അത് കുടിച്ച് എല്ലാം കഴിഞ്ഞപ്പോൾ മോജി പണ്ട് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു വഴുവഴുപ്പും കല്ലുകളിങ്ങനെ തിളങ്ങുന്നത്. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് 2-3 കല്ലുകളിങ്ങനെ തിളങ്ങുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, അയ്യോ ഇത് ഡയമണ്ടാണോ? ഭയങ്കര തിളക്കം. ഞാനത് എടുത്ത് എൻ്റെ കയ്യിൽ വെക്കുമ്പോൾ അത് തിളങ്ങുന്നില്ല. പക്ഷെ ഞാനത് എടുത്തു. അപ്പോൾ എനിക്ക് വെള്ളം എടുത്ത് തന്ന ഷെർപ്പ ചോദിച്ചു, ആപ്കോ പത്തർ ചായയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ആ വേണം. അപ്പോൾ അയാൾ പറഞ്ഞേ, ലുക്കോ. എൻ്റെ അയാൾ ഉള്ളിൽ പോയി എനിക്ക് ഒരു കല്ലെടുത്ത് കൊണ്ടു തന്നു. ആ കല്ല് ഞാൻ വെച്ചിട്ടുണ്ട്. 2 കല്ലുകൾ തിളങ്ങുമായിരുന്നു. ആ 2 കല്ലും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിപ്പോഴും ഞാൻ വിചാരിക്കുന്നത്, എന്താ എനിക്കറിയില്ല, മാനസരോവറിൽ നമ്മൾ വീഡിയോയിലൊക്കെ കാണുമ്പോൾ ചെറിയൊരു ലേക്ക് മാതിരിയേ കാണുന്നുള്ളൂ. പക്ഷേ ഇത് വിശാലമായ ലേക്ക്. അതിങ്ങനെ കണ്ടാലും കണ്ടാലും മതി വരില്ല. ഒരു ഹിന്ദു ആണെങ്കിൽ അവൻ ഈ സ്ഥലം എല്ലാം കാണണം എന്നാണ് ഞാൻ പറയുന്നത്. അതേമാതിരി തന്നെ ബസ് കയറി ഇരുന്നപ്പോൾ എൻ്റെ തൊട്ടടുന്ന് ദൂരത്തുനിന്ന് ഒരു ഗോൾഡൻ താറാവ്. അത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് ഗോൾഡൻ ഞാൻ കാണുന്നതാണോ എന്ന് എനിക്കറിയില്ല. അതിൻ്റെ കഴുത്ത് മാത്രം കണ്ട ഒരു മിന്നായം പോലെ. അടുത്തുള്ള ആളെ ഞാൻ തോണ്ടി ഇത് കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അത് താണുപോയി. ഞാൻ മാത്രം കണ്ടതാണോ എന്താ എനിക്കറിയില്ല, ഉണ്ടോ അറിയില്ല. അങ്ങനെ എനിക്ക് 2-3 അനുഭവം. അത് കഴിഞ്ഞ് കുതിരപ്പുറത്ത് പോകുമ്പം ഒരു സ്ഥലത്തെത്തിയപ്പം ഷൈജു സാർ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കല്ലിൽ ദേവി ഇരുന്നു കൊണ്ട് ചിരിച്ച മുഖത്താല ഞാൻ ഷൈജു സാറിന് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഷൈജു സാർ പറഞ്ഞു, ആ ശരിക്കും ദേവി ചിരിച്ച് നിൽക്കുകയാണ്, നമുക്കൊരു കല്ലെടുത്ത് ഇവിടെ വെക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ഷൈജു സാറും അവിടെ ഒരു കല്ലെടുത്ത് വെച്ചു. അതിനു മുന്നേ ഞാൻ വിചാരിച്ചു, ഈ ആക്കുകളുടെ അവർ നടക്കുമ്പോൾ ഒരു ശബ്ദം ഉണ്ടല്ലോ, ഭയങ്കര ഡമറു ശബ്ദം. ഡമറു എന്നൊക്കെ പറഞ്ഞാൽ ശരിക്ക് അത് അടിക്കുക. ഈ ആക്കുകൾ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ കുറേ പേരോട് ചോദിച്ചു. അപ്പോൾ ഗംഗാ മാം പറഞ്ഞു, ഞാനും കേട്ടു ഡമരു ശബ്ദം. ഡമരു എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മളെ ചെവിയിൽ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ആ ഡമരു ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കുക. അത് മയയൂല. ആ ശബ്ദം ഇങ്ങനെ നമ്മളെ തലച്ചോറിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കുക ആ ശബ്ദം. അത് കഴിഞ്ഞ് കുറേ നടന്നപ്പോൾ എനിക്ക് നല്ലൊരു കുതിരക്കാരനെയാണ് കിട്ടിയത്. ഞാൻ ലാസ്റ്റാണ് പോയത്. പക്ഷേ അവർ 2 പേരും കുതിരയും അതെ കുതിരക്കാരനും അതെ
യമദ്വാറിൽ നടന്ന് എനിക്ക് നടക്കാൻ ഒരു അടി പറ്റുന്നില്ലായിരുന്നു. അയാൾ എന്നെ കൈ പിടിച്ച യമദ്വാർ വരെ എത്തിച്ച്. അപ്പം ഞാൻ നാമം എഴുതിയൊരു ബുക്ക് ഉണ്ടായിരുന്നു, അത് ഞാൻ യമദ്വാറിൽ വെച്ചപ്പോൾ അയാൾ എന്നെ കെട്ടിപ്പിടിച്ചു. ആ ഷേർപ്പ, ഞാൻ അയാളെയും കെട്ടിപ്പിടിച്ചു. ആ കടന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ ഏട്ടനെ ഓർത്തത്. ഏട്ടന് ഇത് പറ്റിയില്ലല്ലോ എന്ന്. തിരിച്ച് രാത്രി ഞാൻ ബേസ് ക്യാമ്പിലെത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ മരിച്ചു എന്ന്. എനിക്കൊരടി സംസാരിക്കാൻ വയ്യ, നടക്കാൻ വയ്യ, എൻ്റെ ബാഗ് എടുക്കാൻ വയ്യ, ഒന്നും വയ്യ. എവിടുന്ന് ആരോ ഒരാൾ വന്ന് എൻ്റെ ബാഗ് എടുത്തു, ഒരാൾ എൻ്റെ കൈയും പിടിച്ചു ആ സ്റ്റെയർ കേസ് കയറ്റി റൂമിൻ്റെ മുന്നിലെത്തിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. രാവിലെ ആ ഗോൾഡൻ പർവ്വതം കണ്ടപ്പോഴാണ് കണ്ണ് നിറഞ്ഞ് സന്തോഷം കൊണ്ട് നിറഞ്ഞുപോയി. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ള പറയാം, എല്ലാവരും ആരുടെ കൂടെയാണെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും കൈലാസത്ത് പോകണം, ഇതൊക്കെ കാണണം, അനുഭവിക്കണം. പലർക്കും പല അനുഭവമായിരിക്കും, പക്ഷേ ഇത് അനുഭവിച്ചെന്നെ അറിയണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. Mochita's Moksha, Journey to the Self.